UDF പ്രസ്ഥാനത്തിൻ്റെ എല്ലാ പാർട്ടികളും പ്രധാനപ്പെട്ട പാർട്ടികളാണ്. പാർട്ടികളിലെ പ്രധാനപ്പെട്ട നേതാക്കളെ, MP-മാർ, MLA-മാർ ഉൾപ്പെടെയുള്ള വേദിയിലെ പ്രഗത്ഭരായ ഐക്യജനാധിപത്യ മുന്നണി നേതാക്കളെ, എത്രയും പ്രിയപ്പെട്ട നിലമ്പൂരിൻ്റെ മണ്ണിലെ ഈ ഒരു അംഗത്തിന് ഐക്യജനാധിപത്യ മുന്നണിക്ക് വേണ്ടി തേരിതെളിക്കാൻ ശക്തരായി മുന്നോട്ട് വന്നിരിക്കുന്ന, അണിനിരക്കാൻ വന്നിരിക്കുന്ന ഏറ്റവും പ്രിയപ്പെട്ട സഹോദരന്മാരെ, സുഹൃത്തുക്കളെ, നിലമ്പൂരിൻ്റെ മണ്ണ് നമുക്കെല്ലാവർക്കും അറിയാം. ഇന്ത്യൻ സ്വാതന്ത്ര്യ സമരത്തിന് ഏറ്റവും തീക്ഷ്ണമായ സ്മരണകൾ നൽകുന്ന മണ്ണാണ്. ദേശീയ പ്രസ്ഥാനത്തിന് ഏറ്റവും കരുത്തു പകർന്ന മണ്ണാണ് നിലമ്പൂരിൻ്റെ മണ്ണ്. ഇവിടെ ബഹുമാനായ ശ്രീ ആര്യാടൻ ഏറ്റവും ഒടുവിൽ UDF-ന്റെ MLA ആയി പ്രവർത്തിച്ച ആളാണ്. മന്ത്രിയായി ഈ മണ്ഡലത്തിൻ്റെ ഓരോ പ്രവർത്തകരെയും നേരിട്ടറിയാവുന്ന, നാട്ടിലെ ജനങ്ങളുടെ പ്രയാസങ്ങളിലും ദുഃഖങ്ങളിലും എല്ലായ്പ്പോഴും പങ്കിടാൻ താല്പര്യം കാണിച്ചിട്ടുള്ള, ഇതുപോലൊരു കൺവെൻഷൻ ഇവിടെ നടന്നാൽ ആ കൺവെൻഷന്റെ ആദ്യാവസാനക്കാരനായിരിക്കണമെന്ന് നിർബന്ധമുള്ള, അത്രയേറെ കമ്മിറ്റ്മെന്റ് പ്രസ്ഥാനത്തോടും മതേതരത്തോടും വെച്ച് പുലർത്തുന്ന ശ്രീ ആര്യാടന്റെ അഭാവത്തിലാണ് നമ്മൾ കൺവെൻഷൻ ചേരുന്നത്. എനിക്ക് ഉറപ്പുണ്ട് അദ്ദേഹത്തിൻ്റെ മനസ്സും ആത്മാവുമൊക്കെ വിശ്വസിക്കാനും ഇല്ലെങ്കിലും ഇവിടെ ഉണ്ടാകുമെന്ന് പറയാനാണ് നമ്മളെല്ലാം ആഗ്രഹിക്കുന്നത്. അദ്ദേഹം വളരെ ശക്തമായിട്ട് ഈ മണ്ഡലത്തെ മുന്നോട്ട് കൊണ്ടുവരാൻ, കേരളത്തിൻ്റെ മുൻപന്തിയിലെത്തിക്കാനായിട്ട് നടത്തിയിട്ടുള്ള അനവരതമായ പരിശ്രമങ്ങളെ നമ്മളെല്ലാം ബഹുമാനിക്കുന്നു. ഈ തെരഞ്ഞെടുപ്പ് ഇവിടെ എന്തുകൊണ്ട് വന്നു എന്നുള്ളതിനെക്കുറിച്ച് ഞാനിവിടെ വിശദീകരിക്കേണ്ട കാര്യമില്ല. ഈ തെരഞ്ഞെടുപ്പ് വന്നതിന് ഒരു കാരണം മാത്രമേ ഉള്ളൂ. അത് കേരളത്തിലെ ജനങ്ങളെ ഇത്രയേറെ വെറുക്കപ്പെടാൻ സാഹചര്യമൊരുക്കിയ ഒരു സർക്കാരിന്റെ പ്രവർത്തനങ്ങളുടെ പരിണിത ഫലമാണ് ഇവിടെ ഉണ്ടായ തെരഞ്ഞെടുപ്പ് എന്നുള്ളതിന് സംശയം. ഇന്നലെ ബഹുമാനായ മുഖ്യമന്ത്രി ഇവിടെ വന്ന് പ്രസംഗിച്ചതായിട്ട് ഞാൻ കണ്ടു. അദ്ദേഹം മണ്ണിൽ പ്രസംഗിച്ചത് ചതിയെക്കുറിച്ച് സംസാരിച്ചുകൊണ്ടായിരുന്നു. മലപ്പുറത്തിന്റെ മണ്ണിൽ ഉണ്ടായ ചതിയെക്കുറിച്ചും അദ്ദേഹത്തിന് ഏറ്റവും കൂടുതൽ വന്ന ചതിയെക്കുറിച്ചും സംസാരിച്ചുകൊണ്ടായിരുന്നു അദ്ദേഹം സംസാരിച്ചത്. അതേതായാലും നന്നായി. കാരണം ചതി എന്ന പ്രയോഗം ഉപയോഗിക്കാൻ ഏറ്റവും യോഗ്യനായ ഒരാള് കേരളത്തിലെ മുഖ്യമന്ത്രി പിണറായി വിജയനാണെന്ന് കേരളത്തിലെ ജനങ്ങൾക്ക് എല്ലാവർക്കും അറിയാം. കാര്യങ്ങളുടെ പേരിലായാലും ഇവിടെ അദ്ദേഹം പറഞ്ഞത് ഞാൻ ആലോചിക്കുകയായിരുന്നു. അത് പറയുമ്പോൾ മാസങ്ങൾക്ക് മുമ്പല്ലേ അദ്ദേഹം, ഇവിടെ എല്ലാവർക്കും അറിയാവുന്നതാണ്, ഹിന്ദു പത്രത്തിൽ നടത്തിയ ഇന്റർവ്യൂവിൽ അദ്ദേഹം പറഞ്ഞത് 150 കിലോ സ്വർണവും 123 കോടി രൂപയും മലപ്പുറം ജില്ലയിൽ നിന്നും മാത്രം പിടിച്ചെടുത്തു. KC വേണുഗോപാലാണ് UDF-ന്റെ കൺവെൻഷനിൽ സംസാരിക്കുന്നത്. നേരത്തെ ആര്യാടൻ മുഹമ്മദിനെ കുറിച്ചൊക്കെയാണ് അദ്ദേഹത്തിന്റെ ആത്മാവ് ഇവിടെ ഉണ്ട്, വിശ്വസിച്ചാലും ഇല്ലെങ്കിലും അതുണ്ട് എന്ന് വിശ്വസിക്കാനാണ് ഞങ്ങൾക്കിഷ്ടം എന്നാണ് KC വേണുഗോപാൽ പറഞ്ഞത്. എന്തായാലും എല്ലാ മുന്നണികളും PV അൻവറും ഒക്കെ സജീവമായി കൺവെൻഷനുകളുമായിട്ട് മുന്നോട്ട് പോവുകയാണ്.